ഒന്നാമത്തെ വരവിൽ നമ്മുടെ ആത്മരക്ഷ സാധിച്ചു. ഇനി അവൻ മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കും. ഇതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അതിനുവേണ്ടി വായിച്ച തിരുവചനം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവെന്ന ആദ്യദാനം പ്രാപിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇതാണ് വിഷയം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ വചനം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകിത്തരണമേ. കേൾക്കുന്നവർക്ക് ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. പറയേണ്ട വിഷയം പറയാനുള്ള കൃപ നൽകണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. തുടർച്ചയായി ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ കാര്യങ്ങൾ ഇനിയും വിവരിക്കാനുണ്ടെങ്കിലും അത് മറ്റൊരു വിഷയത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട ചിന്തയിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാം. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് ഒന്നാമത് ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ ആത്മരക്ഷ സാധിച്ചു. ഇനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കും. അതായത് ക്രിസ്തുവിൽ കൂടെ മനുഷ്യൻ പുതുക്കപ്പെടുന്നു, പണിയപ്പെടുന്നു, പൂർണ്ണനാക്കപ്പെടുന്നു. മനുഷ്യൻ എന്താ സംഭവിച്ചത്? മനുഷ്യൻ പാപത്താൽ അപൂർണനായിപ്പോയി, വിരൂപനായിപ്പോയി. പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെടുത്തിയതൊക്കെ ക്രിസ്തുവിൽ കൂടെ തിരികെ തരികയാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നു. ഇതിൽ ആത്മരക്ഷ ആദ്യമായിട്ട് ലഭിച്ചു. അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിച്ചു. പക്ഷേ ഇനി മനുഷ്യന് രണ്ട് കാര്യം കൂടെ നടക്കണം. അവൻ്റെ ദേഹി, അവൻ്റെ പ്രാണൻ വീണ്ടെടുക്കപ്പെടണം. അവൻ്റെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ടാകണം. പ്രാണൻ എന്ന് പറയുന്നതിന് വിശദീകരിച്ചാൽ ശരീരവും ആത്മാവും അല്ലാത്ത മറ്റൊരു ഭാഗം. അതായത് എനിക്ക് എന്നെക്കുറിച്ചുള്ള ബോധം നൽകുന്ന ആ എൻ്റെ അകത്തെ വ്യക്തിയാണ് ദേഹി എന്ന് വിളിക്കുന്നത്. ഈ ദേഹി ഇനിയും ശരിയാകാനുണ്ട്. അതെപ്പോൾ നടക്കും? അതിപ്പോൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്നു. ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നാം ശുദ്ധീകരിക്കപ്പെട്ട് ശക്തീകരിക്കപ്പെട്ട് വരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആകയാൽ വചനത്താലും ആത്മാവിനാലും ശുദ്ധീകരണം പ്രാപിച്ച് ശക്തീകരണം പ്രാപിച്ച് നാം കർത്താവിനെ പോലെ കർത്താവിനോട് അനുരൂപരായിത്തീരുന്ന ദിനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ, ഒരിക്കൽ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾ തുടർന്ന് ദിനംതോറും കർത്താവിൻ്റെ വചനത്താലും കർത്താവിൻ്റെ ആത്മാവിനാലും വളർച്ച പ്രാപിക്കണം. അങ്ങനെ വളർച്ച പ്രാപിച്ച് നാം അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്യം സാധാരണക്കാരുടെ ഇടയിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, പേജ് നമ്പർ 202, ഫിലിപ്പിയർ 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുതിയിരിക്കുന്നു. ഒരു പ്രവൃത്തിയാലും മനുഷ്യൻ നീതീകരിക്കപ്പെടുകയില്ലെന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ പ്രോബ്ലമല്ല, വഴക്കുണ്ടാക്കുന്ന വാക്യമല്ല ഇത്. ഇതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടവൻ ദിനം തോറും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ദേഹി, അവൻ്റെ ആത്മാവിൽ, അവൻ്റെ മനസ്സിൽ അവൻ വളർച്ച പ്രാപിക്കുന്നു എന്ന ആത്മീയ അർത്ഥമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമുക്ക് വചനത്തിലൂടെ പഠിക്കാൻ പറ്റും. രക്ഷയുടെ വിശദീകരണം എന്നൊരു സന്ദേശം പിന്നീട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അതെല്ലാം വിശദീകരിച്ച് തരാം. രക്ഷയെ സംബന്ധിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ വചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഏതായാലും ഇപ്പോൾ ഇവിടെ കർത്താവായ യേശു മടങ്ങി വരുന്നത് വരെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. നാം വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് രക്ഷയോടുള്ള ബന്ധത്തിൽ 3 വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം.
ഇതിൽ നീതീകരണം നടന്നു, വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നു, തേജസ്കരണം നടക്കാൻ പോകുന്നു. നീതീകരണം എന്ന് പറഞ്ഞാൽ നീതിവൽക്കരണമെന്നാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താലുള്ള രക്ഷ നമ്മുടെ നീതിയായി ദൈവം കണക്കിടുന്നു. തുടർന്ന് ദിനംതോറും നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച വചനത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി പോകാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. തനിക്കായി പാപം കൂടാതെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു രണ്ടാമത് പ്രത്യക്ഷനാവും. യേശു ആർക്ക് വേണ്ടി മടങ്ങി വരുന്നു? തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവ വചനപ്രകാരം വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനെ അനുസരിച്ച് ആരാധിച്ച് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു രണ്ടാമത് പ്രത്യക്ഷനാവും. അപ്പൊ കർത്താവിൻ്റെ മടങ്ങി വരവ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. രക്ഷിക്കപ്പെട്ട ശേഷവും രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ചിലർ വികലാംഗരുണ്ട്. ഈ വിഷയത്തിൽ പൂർണ്ണ പരിഹാരം ഇപ്പോൾ തരുന്നില്ല. ചില സ്പെഷ്യൽ കേസിൽ കർത്താവ് ചില രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ഇന്നും സൗഖ്യമാക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടി? ആത്മരക്ഷ എന്ന ഈ വലിയ ദാനം നാം വിശ്വസിക്കേണ്ടതിന് ദൈവം തരുന്നൊരു അടയാളമായിട്ടാണ് ഇപ്പോൾ രോഗസൗഖ്യം ഇരിക്കുന്നത്. എന്നാലും ചിലരൊക്കെ രോഗികളായിട്ടും കർത്താവിനെ സേവിക്കുന്നുണ്ട്. ഇതെല്ലാം വചനം ഗ്രഹിച്ചു കഴിയുമ്പോൾ ആ സങ്കടം നമുക്ക് മാറും. ദൈവം ലോകത്തോട് സംസാരിക്കുന്ന പൊതുവായ പല കാര്യങ്ങളുണ്ട്. എല്ലാം എല്ലാവർക്കും എല്ലായ്പ്പോഴും വിശദമായി മനസ്സിലാകണമെന്നില്ല. എന്നാൽ എല്ലാറ്റിനകത്തും ശ്രദ്ധിക്കുന്നവർക്ക് ഓരോ പാഠം പഠിക്കാൻ പറ്റും. ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു വികലാംഗനെ കാണുമ്പോൾ, ഒരു കഷ്ടപ്പെടുന്നവനെ കാണുമ്പോൾ ഈ കഷ്ടങ്ങളില്ലാത്ത ആയിരങ്ങളോട് ദൈവം ഇതിനകത്തൂടെ സംസാരിക്കുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. മെഡിക്കൽ കോളേജിലോ മറ്റു ഹോസ്പിറ്റലുകളിലോ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന രോഗിയുടെ വേദന അവനെ മാത്രമല്ല ദൈവം പഠിപ്പിക്കുന്നത്, അവനോട് ബന്ധപ്പെട്ട എന്നെയും നിങ്ങളെയും എല്ലാം ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിനക്കും ഇത് സംഭവിക്കാമായിരുന്നു, നീ ജീവിച്ചിരിക്കുന്ന നീ ദൈവത്തോട് നന്ദിയുള്ളവനാകുക എന്ന് വാക്കും ഭാഷണവും കൂടാതെ ദൈവം ഇതിനകത്തോട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. യേശു കർത്താവ് ഇനി മടങ്ങി വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. എങ്ങനെ കാത്തു നിൽക്കും? വചനപ്രകാരം കാത്തു നിൽക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കണം. കാത്തു നിൽക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കർത്താവ് ചില ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഉപമയ്ക്കകത്ത് മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് കാത്തുനിന്ന 10 കന്യകമാരുടെ ഉപമ യേശു പറഞ്ഞിരിക്കുന്നു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. കാത്തുനിൽപ്പിനോട് ബന്ധപ്പെട്ട് യേശു തമ്പുരാൻ ഉപമ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി യേശു മടങ്ങി വരുന്നു. ഈ കാത്തു നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കർത്താവായ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു മടങ്ങി വരുന്നു. കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഉപമ വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം, പേജ് നമ്പർ 27. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കിട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, നിങ്ങൾക്ക് പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു.
അതിനുശേഷം മറ്റേ കന്യകുമാരും വന്നു, കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. നമ്മളെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം? കർത്താവിന് മടങ്ങിവരവ്. കർത്താവിന് മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമ ശ്രദ്ധിച്ചോ? ഒരു ഉപമയാണ്. അതിനകത്തുനിന്നൊരു ഗുണപാഠമായി യേശു ഉദ്ദേശിക്കുന്നത്, ഒരു പാഠം. ആ പാഠമാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ സംഗതി. ഉപമയ്ക്കകത്തെ കന്യക ആരാ, വിളക്കെന്താ, എണ്ണ എന്താ, ഇതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനങ്ങൾ പലതുമുണ്ട്. പക്ഷെ വ്യാഖ്യാനത്തിൻ്റെ ഒരുപാട് ഭ്രാന്ത് പിടിച്ച് പോകാൻ ഇവിടെ ആവശ്യമില്ല. ഒടുവിലത്തെ സംഗതി അതിനകത്തെ വിഷയം. 13-ാം വാക്യം, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പി. എന്താ അർത്ഥം? യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് നാളും നാഴികയും അറിയാൻ പാടില്ല. കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയതാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ വായിച്ചതാണ്. ശിഷ്യന്മാരുമായി യേശു കൂടിയിരിക്കുമ്പോൾ യേശു അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാലാഖമാർ പറയുകയാണ്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തിരികെ വരും. അന്ന് തൊട്ട് ഇന്ന് വരെ കർത്താവിൻ്റെ മക്കൾ കാത്തു നിൽക്കുക. പക്ഷെ യേശു മടങ്ങി വന്നിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ട് പോയത് എന്താ? ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. നമ്മളിപ്പോൾ വായിച്ചത് ഏതാ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാവും. അപ്പൊ കാത്തു നിൽക്കുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു മതത്തിന്റെ അംഗമായി നിങ്ങൾ തുടരുന്നു. പക്ഷേ അങ്ങനെ ഒരു മതത്തിന്റെ അംഗമായി മതത്തിന്റെ ചടങ്ങുകൾ നിർവഹിച്ചു പോകുന്ന ഒരാൾക്ക് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് പ്രതീക്ഷിക്കാനൊക്കത്തില്ല. ഇവിടെ ഒരു മതമല്ല, ഇവിടെ ഒരു വ്യക്തിയാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ മരണത്താലാണ് രക്ഷ. ക്രിസ്തുവിന്റെ മടങ്ങിവരവിനാലാണ് പുനരുത്ഥാനം. ക്രിസ്തുവിന്റെ മടങ്ങിവരവിനാലാണ് തേജസ്കരണം. ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് നമ്മുടെ പ്രതീക്ഷ. അതിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്. യേശുവിനെ ഇപ്പോൾ എന്തിനാ വിളിക്കുന്നത്? രോഗസൗഖ്യം കിട്ടാനോ? ഈ ടെലിവിഷൻ പ്രോഗ്രാം കേട്ട പലരും രോഗത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇന്നും പ്രാർത്ഥിക്കാം, നാളെയും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഹോദരന്മാർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ സഹോദരിമാർ പ്രാർത്ഥിക്കും, ചർച്ചിൽ പ്രാർത്ഥിക്കും. അതൊക്കെ ശരിയാണ്, യേശു സൗഖ്യമാക്കും. പക്ഷേ ഈ രോഗം ഇന്ന് മാറിക്കഴിഞ്ഞാലും ഗ്യാരണ്ടി എത്രയാ? കൂടിപ്പോയ 100 കൊല്ലം. അത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗ്യാരണ്ടി തരും. എന്നാൽ സുവിശേഷം 100 കൊല്ലത്തെ ഗ്യാരണ്ടി അല്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരുടെ മരണാനന്തര ജീവിതത്തിലേക്കാണ് ഈ വിഷയം നമ്മളെ കൊണ്ടുപോകുന്നത്. മരണാനന്തര പ്രത്യാശയാണ് ക്രിസ്തീയ പ്രത്യാശ. ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ ഈ മാർഗമേ നമുക്ക് ആവശ്യമില്ല. മറ്റേതെങ്കിലും ഒരു മതം മതി, അല്ലേ? മരിക്കുമ്പോൾ കുഴിച്ചിടാനും പിള്ളേരുടെ കല്യാണം നടത്താനുമാണെങ്കിൽ ഏത് മതവും നല്ല മതം. ഒരു മതവും മറ്റൊരു മതത്തേക്കാൾ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ മതത്തിനകത്തും നന്മകളുണ്ട്, എല്ലാ മതത്തിനകത്തും കെട്ടുകഥകളുമുണ്ട്, സങ്കല്പങ്ങളുണ്ട്. ഇതിനകത്ത് കുറെ ആളുകൾ കളിക്കുന്നുമുണ്ട്. ദോഷങ്ങളുമുണ്ട്, നന്മകളുമുണ്ട്. അപ്പം മതങ്ങൾ തമ്മിൽ അത് നല്ലത് ഇത് നല്ലത് എന്ന് പറയാൻ ഒരു നന്മയില്ല. എല്ലാ മതത്തിനകത്ത് കുറേ നന്മകളുണ്ട്, കുറേ അറിവില്ലായ്മകളുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് നമ്മുടെ വിഷയം. അതെന്താണ്? അത് നിത്യജീവന്റെ പ്രത്യാശയാണ്, മരണാനന്തര പ്രത്യാശയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് വാസ്തവത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്താലുള്ള രക്ഷ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, അതായത് രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ക്രിസ്തു മടങ്ങി വരുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ മരണത്താൽ രക്ഷിക്കപ്പെട്ടവരെ, നീതീകരിക്കപ്പെട്ടവരെ പൂർണ്ണമായി അവൻ രക്ഷിക്കുന്നു. അവൻ മടങ്ങി വരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരവ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, രക്ഷാപൂർത്തീകരണം സംഭവിക്കുന്നത് ക്രിസ്തു മടങ്ങി വരുമ്പോൾ. ഒന്നുകൂടെ പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ക്രൂശീകരണം, ക്രൂശ് മരണം
അർത്ഥവത്താകുന്നത് അവൻ മടങ്ങി വരുമ്പോഴാണ്. അപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വർക്കാണത്. കർത്താവ് ക്രൂശിൽ മരിച്ചു, നമ്മുടെ രക്ഷയുടെ വേല പൂർത്തീകരിച്ചു. പക്ഷെ അവൻ ഇപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ മടങ്ങി വരവിലാണത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇതെല്ലാം അർത്ഥവത്താകുന്നത്, ഫിനിഷ്ഡ് ആകുന്നത് ക്രിസ്തു മടങ്ങി വരുമ്പോഴാണ്. ക്രിസ്തു മടങ്ങി. അപ്പൊ ക്രിസ്തു മാർഗം ഒരർത്ഥമുള്ളതാകണമെങ്കിൽ ക്രിസ്തു മടങ്ങി വരണം. ക്രിസ്തു മടങ്ങി വരുന്നില്ലെങ്കിൽ ഈ കഥ മുഴുവൻ ഒരു തട്ടിപ്പ് കഥയാണെന്നുള്ളത് വ്യക്തമാകാൻ പോവുകയാണ്. എന്നാൽ ഇതിനകത്ത് വളരെ വിശ്വസിക്കാൻ മതിയായ സത്യം കിടക്കുന്നു. എന്താണ്? യേശു മടങ്ങി വരാൻ പോകുന്നു. അപ്പോൾ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് നാം പിന്നെയും പിന്നെയും ബോധ്യമുള്ളവരാകണം. നിങ്ങൾ പലപ്പോഴായിട്ട് കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടല്ലോ. വളരെ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കടഭാരം, രോഗം, ജോലി പ്രശ്നം ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദിനംതോറുമുള്ള ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ മറുപടി തരും. പക്ഷേ അവന് മടങ്ങി വരവാണ് നമ്മുടെ പ്രധാന വിഷയം. അതിന്റെ സമയം നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. എബ്രായർ 9:28 തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ മടങ്ങി വരുന്നു. കാത്തു നിൽക്കുന്നവർ എന്നുള്ളതിന് ഈ ഉപമയാണ് യേശുബ്രാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പലസ്തീൻ നാട്ടിലെ ഒരു ഉപമയാണ്. സ്വർഗരാജ്യം മണവാളനെ എഴുന്നേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശം. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. കർത്താവ് പലസ്തീൻ നാട്ടിലെ ഒരു ഉപമ പറയുകയാണ്. നമുക്ക് ആ ഉപമ മുഴുവൻ പഠിക്കാനോ വിശദീകരിക്കാനോ അല്ല നമ്മുടെ ഈ മെസ്സേജിൽ സാധിക്കത്തില്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക, കാത്തു നിൽക്കുക. അപ്രതീക്ഷിതമായ സമയത്ത് കർത്താവ് മടങ്ങി വരുമെന്നുള്ളതിനാൽ കരുതി നിൽക്കുക, കാത്തു നിൽക്കുക, ഉണർന്നു നിൽക്കുക. ഈ 3 കാര്യങ്ങൾ ഇവിടെ കാണാം. കരുതി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവരിൽ 10 പേര് നോക്കൂ, 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. 5 പേരെന്താ ബുദ്ധിയില്ലെന്ന് പറഞ്ഞത്? അവർ വിളക്കെടുത്തു, പക്ഷെ പ്രത്യേക എണ്ണയെടുത്തില്ല. വേറെ കുറച്ച് എണ്ണയും കൂടി എടുക്കണമായിരുന്നു. കാരണം വരാൻ വൈകിയാൽ എണ്ണ തീർന്നു പോകും. എണ്ണ എന്തിനെ കാണിക്കുന്നു? വേദപുസ്തക വെളിച്ചത്തിൽ എണ്ണ പരിശുദ്ധാത്മ നിറവിനെ കാണിക്കും. ഈ ഒരു അർത്ഥം മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കും. എണ്ണ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്ട്രാ കരുതിയില്ല. നിങ്ങൾ നന്നായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാവും. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പൊ എക്സ്ട്രാ എണ്ണയോ പരിശുദ്ധാത്മ നിറവിനെ കാണിക്കുന്നു. ഈ വിഷയത്തിൽ അറിവ് അല്പമായിട്ടുള്ളവർക്കറിയാം. രക്ഷിക്കപ്പെടുക എന്ന ആ അനുഭവത്തിൽ തന്നെ എണ്ണയുണ്ട്. അതായത് പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായം, പരിശുദ്ധാത്മാവിന്റെ ഒരു അംശം, ഒരു പ്രേരണ അകത്തില്ലാതെ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. അങ്ങനെ ആ ഒരു പ്രേരണയാൽ രക്ഷിക്കപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞ് അടുത്തൊരു അനുഭവമാണ് പരിശുദ്ധാത്മാ നിറവിന്റെ അനുഭവം. ആ അനുഭവം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ സമയം വരെ നിൽക്കാൻ പറ്റത്തുള്ളതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി അതെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നു, എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നു, അംഗീകരിക്കുന്നു. ധാരാളം ആളുകളുടെ മേൽ സകലയിടത്തുമേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് കർത്താവ് പറഞ്ഞതല്ലേ. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നും ആളുകൾ അത് പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ പോരാ, നിങ്ങൾ പരിശുദ്ധാത്മ നിറവുള്ളവരായി കരുതി നിൽക്കണം, ഒരുങ്ങി നിൽക്കണം, കാത്തു നിൽക്കണം. കരുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മനിറവുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ അറിഞ്ഞ് ജീവിക്കുക, ആത്മാവിന്റെ നിറവിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, നിയന്ത്രണം, ഇതൊക്കെ ദിനംതോറുമുള്ള ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. അതിൽ നിലനിൽക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ
രൂപാന്തരപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരുങ്ങി നിൽക്കുന്നതിന്റെ ഭാഗം. കരുതി അവർ വിളക്കെടുത്തു, പക്ഷേ എണ്ണയെടുത്തില്ല. 5 പേർ ബുദ്ധികെട്ടവരായിപ്പോയി. പക്ഷെ അവർ ഇവരെ പോലെ തന്നെയൊക്കെ സ്റ്റാർട്ടിങ് നന്നായിരുന്നു, പക്ഷെ ഫിനിഷിങ് മോശമായിപ്പോയി. കണ്ടോ, 5 പേർ. അപ്പൊ കർത്താവിനെ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. ഇവർക്കൊരു പുറപ്പാടുണ്ട്, ഇവർക്കൊരു നല്ല സ്റ്റാർട്ടിംഗ് ഉണ്ട്, പക്ഷെ ഇവരുടെ ഫിനിഷിംഗ് മോശമായിപ്പോയി. ഇതിനെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും എല്ലാവരും ബിരുദം പ്രാപിക്കുന്നില്ലല്ലോ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു. അതായത് ഓട്ടത്തിന് സ്റ്റാർട്ടിങ്ങിൽ അനേകരുണ്ട്, പക്ഷെ ഫിനിഷിങ്ങിൽ എല്ലാവരും ഇല്ല. 10 പേരാണ് വിസിൽ കൊടുത്തപ്പോൾ ഓടിയത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 10 പേരുണ്ടായിരുന്നു, ഫിനിഷിംഗ് പോയിന്റിൽ 2-3 പേരെ എത്തി, ബാക്കി ഇടയ്ക്ക് കൊഴിഞ്ഞുപോയി. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ജീവിതം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സത്യമാണ്. നിങ്ങൾ വചനം കേട്ടു, സത്യമാണ്. നിങ്ങളൊരു പക്ഷെ കൈപൊക്കി കാണും, പ്രാർത്ഥിച്ചു കാണും, വചനം ശ്രദ്ധിച്ച് കേട്ടയാളായിരിക്കും. നിങ്ങൾ വചനം സ്വീകരിച്ചു എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ വചനം കേട്ടെന്നത് ശരിയാണെങ്കിൽ, നിങ്ങൾ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ള സത്യമാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണെങ്കിൽ, കർത്താവിന്റെ കുരിശുമരണം സ്വീകരിച്ച് രക്ഷയുടെ ഒരു തീരുമാനത്തിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങും. നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലെത്തും. ഇവിടെ എന്ത് സംഭവിച്ചു? സ്റ്റാർട്ടിങ്ങിൽ 10 പേരുണ്ടായിരുന്നു, പക്ഷെ ഫിനിഷിംഗിൽ വന്നപ്പോൾ 5 പേരേ ഉള്ളൂ. എന്ത് സംഭവിച്ചു? അവർ വിളക്കെടുത്തു, പക്ഷെ പ്രത്യേക എണ്ണ കരുതിയില്ല. അന്നേരം കത്താനുള്ളതുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നുപോയി. അപ്പോൾ ആ ഒരു ആരംഭ ശൂരത്വം, ഇത് നല്ലതാണ്, ഇത് സന്തോഷമാണ്, ഇത് സമാധാനം കിട്ടും, ഇത് രോഗശാന്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു തുടക്കമുണ്ട്, പക്ഷെ വളർച്ചയില്ല. മുന്നോട്ടുള്ള യാത്രയിൽ യേശു ക്രിസ്തുവിൽ വളരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു ക്രിസ്തുവിൽ വേരൂന്നുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു ക്രിസ്തുവിൽ അടുത്തിടപെടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ഒരു പരാജയം അവർക്ക് സംഭവിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മണവാളൻ വരാൻ വൈകി. കുറച്ചു നേരം നോക്കിയിരുന്നു, വന്നില്ല. എന്ത് സംഭവിച്ചു? എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. കർത്താവ് വരാൻ വൈകി. ഇത്രയും 2000 കൊല്ലം വൈകിയില്ലേ? അപ്പൊ വൈകിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മയക്കം, അതെല്ലാവർക്കും സംഭവിക്കാം. പക്ഷേ അവർക്കൊരു കരുതലുണ്ടായിരുന്നു. എല്ലാവരും മയങ്ങുമ്പോഴും പലരും പുറകോട്ട് മാറുമ്പോഴും ഉള്ളിൽ പരിശുദ്ധാത്മാവുമായി ഒരു പ്രത്യേക ബന്ധമുള്ളവരെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരങ്ങനെ കാത്തിരുന്നു. ശരീരത്തിൽ അവർക്ക് മയക്കമുണ്ടെങ്കിലും അകത്തവർക്ക് ഒരുക്കമുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. മണവാളൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ വിളക്ക് കത്തിയില്ല എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞ ഈ ഉപമയ്ക്കകത്തുനിന്ന് നമ്മളിത് ഗ്രഹിക്കണം. അവരുടെ വിളക്ക് കത്തിയില്ല, കാരണം എണ്ണ കുറവായിരുന്നു, എണ്ണയില്ലായിരുന്നു. ഉടനെ അവർ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല. അതുകൊണ്ട് എന്തു പറയുന്നു? ആകയാൽ നിങ്ങൾ നാളും നാഴികയും അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കർത്താവിന്റെ വരവിന് വേണ്ടി ഉണർന്നിരിക്കണം കേട്ടോ. വാക്യം മറക്കണ്ട. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ മടങ്ങി വരുന്നു. സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വരവിനെ കുറിച്ച് തുടർച്ചയായി പല സന്ദേശങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിട്ടു. ഇന്ന് ഞാൻ തെളിച്ച് വ്യക്തമായിട്ട് പറയാം, ഇത് എല്ലാവർക്കും വേണ്ടിയല്ല, കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. സുവിശേഷം എല്ലാവർക്കും വേണ്ടിയാണ്. താല്പര്യമില്ലാത്തവരെ വിളിച്ചു കേൾപ്പിച്ച് ഞങ്ങൾ സുവിശേഷം പറയിക്കുക. കൺവെൻഷൻ വെച്ചാൽ താങ്കൾ വരികയില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഈ കേബിളിലൂടെ വരിക. പക്ഷെ കർത്താവിന്റെ വരവ് അങ്ങനെയല്ല, കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. എങ്ങനെ കാത്തു നിൽക്കാം? വചനപ്രകാരം, പരിശുദ്ധാത്മ നിറവിൽ, വിശുദ്ധിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തു നിൽക്കുവാൻ ബുദ്ധി പറഞ്ഞ് ഇന്നത്തെ സന്ദേശം നിർത്തട്ടെ.
കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നു. മടങ്ങിവരവിൻ്റെ അടയാളങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം, പേജ് നമ്പർ 26. മത്തായി 24:3. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, ഒന്നുകൂടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ വിവിധ വീടുകളിൽ ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരിമാർ, സഹോദരന്മാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർക്ക് വചനം ഗ്രഹിപ്പാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അവർക്ക് ശരീരത്തിലും മനസ്സിലും നൽകണമേ. രോഗശാന്തിയും ആരോഗ്യവും നൽകണമേ. സത്യം ഗ്രഹിപ്പാൻ കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഭവനത്തിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ കയറുന്നു. അവരുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. അവരുടെ വീട്ടിൽ നിന്ന് ദുഃഖവും ശാപവും മാറട്ടെ. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവരുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനത്താൽ അവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. വചനം കേൾപ്പാനും ഗ്രഹിപ്പാനും കൃപ നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നമ്മളിപ്പോൾ വളരെ ദൂരം പിന്നിട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ മടങ്ങിവരവ് എന്തല്ല, ആർക്ക് വേണ്ടി, ഈ കാര്യങ്ങളെല്ലാം പൊതുവായൊരു ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നടത്തി. മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡിങ്ങിലേക്ക് കയറുന്നു. അന്ത്യകാല സംഭവങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ. ഈ വിഷയത്തിൽ നമുക്ക് അല്പസമയം എടുത്ത് ശാന്തമായിട്ട് വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. ഇത് യേശു കർത്താവ് തന്നെ സംസാരിച്ച ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. അപ്പോസ്തോലന്മാരോ ശിഷ്യന്മാരോ മറ്റുള്ളവരാരും വായിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഭാഗമല്ലിത്. യേശു തമ്പുരാൻ നേരിട്ട് പറഞ്ഞതാണ്. നോക്കാം നമുക്ക് പുസ്തകത്തിലേക്ക്. പേജ് നമ്പർ 26, മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യം. അവൻ ഒരു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് തരണമെന്ന് അപേക്ഷിച്ചു. ഇവിടെ 3 ചോദ്യമാണ് ചോദിക്കുന്നത്. 1, അത് എപ്പോൾ സംഭവിക്കും? 2, നിന്റെ വരവിൻ്റെ അടയാളം എന്ത്? 3, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത്? ഇതൊരു സാധാരണ വായനക്കാരൻ വിചാരിക്കും ഇതൊരു ചോദ്യമാണ്. പക്ഷെ 3 ചോദ്യമാണ്. ഗുരു, അതെപ്പോൾ സംഭവിക്കും?
നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അതെപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക കാര്യമാണ്. 2, നിന്റെ വരവ്. 3, ലോകാവസാനം. അത് എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഇതിന്റെ തൊട്ടുമുള്ളൊരു സംഗതി പറഞ്ഞു. അതാണ് അത് എന്ന് പറഞ്ഞത്. തൊട്ടുമുകളിൽ പറഞ്ഞത് വാക്യം. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന് പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും മാറാത്ത ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നേക്ക് 2000 വർഷം മുമ്പ്, ഏറെക്കുറെ 2000 വർഷം മുമ്പ്, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഈശോ മശിഹ, സാക്ഷാൽ യേശു കർത്താവ് യെരുശലേമിൽ സഞ്ചരിക്കുമ്പോൾ ലോകത്തിലെ അതിമനോഹരമായൊരു കെട്ടിടം അന്ന് യെരുശലേമിലുണ്ട്. അതാണ് യഹൂദന്മാരുടെ ദേവാലയം. കേവലം ഒരു ടെമ്പിൾ അല്ലത്, അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. താജ്മഹൽ കാണാൻ ആളുകൾ പോകുന്നത് പോലെ അതിമനോഹരമായൊരു ശില്പമായിരുന്നു യെരുശലേമിലെ ദേവാലയം. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് വേണ്ടി അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ വരുന്ന ഒരാളെ താജ്മഹൽ കൊണ്ട് കാണിക്കുന്നത് പോലെ യെരുശലേമിലൂടെ സഞ്ചരിച്ച യേശുവിനെ ദേവാലയം കാണിക്കുകയാണ് അവിടുത്തെ പഴയ ആളുകൾ. അവരുടെ നോട്ടത്തിൽ 30 വയസ്സ് പോലും പ്രായം തോന്നിക്കാത്ത യേശു ദേവാലയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകും, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയും. എന്തായി പറയുന്നത്? യേശുവിനെ അന്നേരം തല്ലിക്കൊല്ലാഞ്ഞത് അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി. അത്ര മനോഹരമായ ബിൽഡിംഗ് ആണ്. ഞാൻ അതിൻ്റെ പണിയെക്കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്ര മനോഹരമായ ദേവാലയം. അത് ഇടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം വന്നാൽ പോലും സംഭവിക്കാത്ത വണ്ണമാണ് അതിൻ്റെ പണി. യേശു എന്ന് പറയുന്ന ആള് കണ്ണടച്ച് പറയുകയാണ്, ഈ കാണുന്ന അമ്പരചുംബിയായി നിൽക്കുന്ന ഈ സ്വർണം പൊതിഞ്ഞ ദേവാലയം, ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല്, അതിൻ്റെ മുകളിൽ അടുത്ത കല്ല്, അതിൻ്റെ മുകളിൽ അടുത്ത കല്ല്, ഇങ്ങനെയാണല്ലോ കെട്ടിടം പണിയുന്നത്. യേശു പറയും, ശ്രദ്ധിക്കുക, ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് പോലും ഇരിക്കാതെ വണ്ണം ഇത് ഇടിഞ്ഞു പോകുന്നു. പക്ഷെ ആരും അതിൻ്റെ അർത്ഥം അത്ര ഗ്രഹിച്ചില്ല. യേശു പറഞ്ഞതിന് ശരിയായ അർത്ഥം എന്താണെന്നറിയോ? കെട്ടിടത്തിൻ്റെ ഒരു മൂലതകരുമെന്നല്ല, കെട്ടിടത്തിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞു പോകുന്നു, മുകളിൽ ചോർച്ച വരുമെന്നൊന്നുമല്ല. അടിത്തറയിൽ കിടക്കുന്ന കല്ലുണ്ടല്ലോ, അതിൻ്റെയും അടിയിലോട്ട് മാന്തും. ഒരു കല്ല് പോലും ഇവിടെ കിടക്കത്തില്ല. കല്ലിന് മേൽ കല്ലെന്നാ പറഞ്ഞു. ഇങ്ങനെയൊരു പ്രവചനം ആരും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യമൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെയൊന്നും ആരും പറയത്തില്ല. അതും ഒരു വലിയ സമൂഹത്തോടായി പറയുന്നതെന്ന് ഓർക്കണം. കൊല്ലാൻ അധികാരമുള്ള തീവ്രവാദി സമൂഹത്തോടായി പറയുന്നത്. യഹൂദന്മാരെ പോലെ ക്രൂരത ചെയ്തിട്ടുള്ളവരാരും ഇല്ലല്ലോ. അവരുടെ നാട്ടിലേക്ക് ഒരു ബോംബ് നിങ്ങൾ ഇന്ന് എറിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ 10 ബോംബ് വീണിരിക്കും. അവരുടെ ഒരു വണ്ടി കത്തിച്ചാൽ നിങ്ങളുടെ 20 വണ്ടി നേരം വെളുക്കുമ്പോൾ കത്തിയിരിക്കും. അവരുടെ ഒരു പ്ലെയിൻ തകർത്താൽ നിങ്ങളുടെ 30 പ്ലെയിൻ പിറ്റേ ദിവസം പോയിരിക്കും. ഇതിവിടെ എല്ലാ രാഷ്ട്രങ്ങളും കണ്ട് പഠിച്ച കഥയാണ്. ആ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ദേവാലയം ഒരു കല്ലിന് മുകളിൽ ഒരു കല്ല് പോലും ശേഷിക്കാത്ത കാലം ഇതാ വരുന്നു.
ഈ കാര്യം ദൈവമക്കൾ ശ്രദ്ധിച്ചോ? ഇതാര് പറഞ്ഞു? നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു പറഞ്ഞു. യേശു ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായ കഥ പറയുമോ? അതെ, അവൻ പ്രവാചകനും കൂടിയാണ്. അവൻ കേവലം രോഗസൗഖ്യം നൽകുന്ന ഒരു വൈദ്യൻ മാത്രമല്ല, അവൻ നാളെ നടക്കാൻ പോണ കാര്യം ഇന്ന് കാണുന്ന പ്രവാചകനും കൂടിയാണ്. അവൻ വിളിച്ചു പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് യേശു ഒരു സ്ഥലത്ത് സാധാരണ ഇരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, ഒലിവുമലയിൽ. അവിടെ പോയിരുന്നു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കും? അപ്പോ ഒന്നാമത്തെ ചോദ്യം ഏതാണ്? ദേവാലയം എപ്പോൾ ഇടിഞ്ഞു വീഴും? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിന്റെ വരവിന്റെ അടയാളം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എപ്പോൾ യെരുശലേം ദേവാലയം തകർക്കപ്പെടും? ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, യേശു ഇത് പറയുമ്പോൾ ഏറെക്കുറെ AD 30 നമുക്ക് സങ്കല്പിക്കാം. AD 30 ഇരിക്കട്ടെ. 40 വർഷം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. AD 70 ടൈറ്റസ് എന്ന പേരുള്ള കൈസറുടെ കാലത്ത്, തീത്തോസ് കൈസർ, അദ്ദേഹത്തിന്റെ കാലത്ത് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇത് ചരിത്രമാണ്. AD 70 ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. അതിന്റെ പിന്നിൽ പല പല കാരണങ്ങളുണ്ട്. ഏതൊരു സംഭവത്തിനും ഒരു രാഷ്ട്രീയ കാരണം കാണും, ഒരു സാമുദായിക കാരണം കാണും. ഞങ്ങൾ പറയും ഒരാത്മീക കാരണമുണ്ട്. അത് ആരും കാണുന്നില്ല. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? അതിന്റെ പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീടേ മനസ്സിലാവുള്ളൂ. യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. അത് ഇടിച്ച് തകർത്ത കൂട്ടത്തിൽ ആരോ അന്നത്തെ കൈസറോട് പറഞ്ഞു, ഇതിന്റെ ഫൗണ്ടേഷനിൽ സ്വർണ്ണം ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. കെട്ടിടം ഇടിച്ച് തകർത്ത് പോരെ, അതിനകത്തുള്ള സ്വർണം, അതിനകത്ത് ഈ പാത്രങ്ങള്, വിളക്കുകള്, തൂണുകളൊക്കെ സ്വർണം. ഓക്കെ, അതെല്ലാം എടുത്തു. അതെല്ലാം യുദ്ധത്തിന്റെ ഭാഗങ്ങളാണല്ലോ. ആരോ ഇയാളോട് പറഞ്ഞു കൊടുത്തു, യഹൂദന്മാർ വലിയ പുള്ളികളാണ്, ഇതിന്റെ ഫൗണ്ടേഷനിൽ സ്വർണം ഉരുക്കി ഒഴിച്ചാണ് കല്ലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഇതിനെ ഇന്നത്തെ കാലത്താണെങ്കിൽ ബുൾഡോസർ വെക്കാം, പൊക്ലിൻ കൊണ്ടുവന്ന് ഇളക്കാം. അന്ന് ആനകളെ കെട്ടി അതിശക്തമായ കലപ്പകൾ ഉപയോഗിച്ച് ആനയെ കെട്ടി അത് ഇളക്കിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആനയെ ഉപയോഗിച്ച് ഈ കരുത്തനായ ദേവാലയത്തിന്റെ അടിത്തറ ഉഴുതു മറിച്ചു. എന്തിന്? അടി സ്വർണം ഉണ്ടോ നോക്കാൻ. സ്വർണം കിട്ടിയെന്നൊന്നും അറിയാൻ മേല. പക്ഷേ ടൈറ്റസിനോട് ചോദിച്ചേ, എന്തിനാ സാറേ അത് ഇടിച്ചില്ലേ, ഇനി എന്തിനാ ഇളക്കുന്നേ? ഒരു ചരിത്ര സ്മാരകമല്ലേ, അതിന്റെ തറ അവിടെ കിടന്നു, കേട്ട് ഇളക്ക്. ആനയെ കൊണ്ടത് ഒഴിവിച്ചു. എന്തത്ര ക്രൂരത ഈ തറയിളക്കാൻ. പ്രവചനം ദേ കിടക്കുന്നു, കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഈ ഞങ്ങൾക്കിത്ര വിശ്വാസം എന്താണെന്നറിയാമോ? യേശു പറഞ്ഞത് ഏറെക്കുറെ സംഭവിച്ചു എന്നല്ല, അക്ഷരം പ്രതി സംഭവിച്ചു. അതായത് കാലാവസ്ഥാ നിരീക്ഷകർ പറയും, അടുത്ത 48 മണിക്കൂർ നേരത്തേക്ക് ശക്തമായ കാറ്റടിക്കാനും അടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പല കാര്യങ്ങളും തെറ്റി. ഇതുപോലെ രാഷ്ട്രീയ പ്രവാചകന്മാരുണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ പൊതുതെരഞ്ഞെടുപ്പിലെ പ്രവചനം മുഴുവൻ തെറ്റിയില്ലേ? വിവിധ തരം കമ്പ്യൂട്ടർ പ്രവചനങ്ങൾ നടത്തി, അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിട്ട് ഇന്ന പാർട്ടിക്കാണ് മുൻതൂക്കം,
ഇത്ര പേഴ്സൻ്റ് എന്ന് വരെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ, എല്ലാം തിരിഞ്ഞു പോയല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാരൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഊഹം വെച്ചൊക്കെ പറയുന്നവരുണ്ട്. പേര് വെളിപ്പെടുത്താതെ, സ്ഥലം പറയാതെ കുറെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് സംഭവിച്ചു കഴിയുമ്പോൾ പറയും ഇതാ ഞാൻ പറഞ്ഞതെന്ന്. പക്ഷെ യേശു അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു കെട്ടിടം എന്തെങ്കിലും ഒരു കാലത്ത് ഇടിഞ്ഞു പോകുന്നല്ല പറഞ്ഞത്. എന്തെങ്കിലും കാര്യത്തിൽ ഭൂകമ്പം വന്ന് കുറെ കെട്ടിടങ്ങളെല്ലാം താഴും. അങ്ങനെയൊക്കെ ഭൂകമ്പം നടന്നു കഴിയുമ്പോൾ പറയും അത് ഞാൻ പറഞ്ഞതാണ്. യേശു അങ്ങനത്തെ പൊട്ടപ്രവാചകനല്ല. യേശു അങ്ങനെയൊന്നും അധികം പ്രവചിച്ചിട്ടുമില്ല. ഊഹാപോഹ കച്ചവടങ്ങളൊന്നും കർത്താവായ യേശു നടത്തിയിട്ടില്ല. എല്ലാം കറക്റ്റ് പ്രാക്ടിക്കലായ കാര്യങ്ങളെ യേശു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അന്നത്തെ ആളുകൾ വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്ന ദേവാലയമാണ് യെരുശലേമിലെ ദേവാലയം. ഈ ദേവാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, ഈ കാണുന്ന കെട്ടിടം ഉണ്ടല്ലോ, ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് പോലും ഇരിക്കത്തില്ല. അത് ഇളക്കുന്ന കാലം വരുമെന്ന് പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. കാരണം നടക്കാൻ പോണ കാര്യമല്ലല്ലോ. യെരുശലേം ദേവാലയം തകർക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞ പ്രവചനം കൃത്യമായിട്ട് നിറവേറി. അത് കൃത്യമായിട്ട് നിറവേറാൻ വേണ്ടിയാണ് ഈ സ്വർണം ഒഴുക്കിയിട്ടുണ്ടെന്നുള്ള കഥ കൂടെ ആരോ പറഞ്ഞുണ്ടാക്കിയത്. ഇതൊക്കെ ചരിത്രം വായിച്ചാൽ നിങ്ങൾ അറിയാതെ ബൈബിൾ വായിക്കാൻ തുടങ്ങും. ചരിത്രം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. തീത്തോസ് കൈസറുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള ചരിത്രം വായിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ബൈബിൾ വായിക്കണമെന്നുള്ള ചിന്തയുണ്ടാവും. യേശു പറഞ്ഞു 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടന്നു. പക്ഷെ യേശു പറഞ്ഞിട്ട് ഉടൻ തന്നെ ശിഷ്യന്മാരെ എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്റെ അടയാളം എന്താണ്? ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? ഇന്ന് പകൽ ഈ സന്ദേശത്തിൽ മാന്യശ്രോതാക്കളെ ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. ഒന്ന്, ലോകാവസാനത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. ലോകാവസാനം ഇതറിയണം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് ക്ലിയറായിട്ട് ഒന്നും പറയാൻ എനിക്ക് കഴിയില്ല. ഇതെൻ്റെ കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മടവിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. ലോകാവസാനം എന്നുള്ള ആ സങ്കല്പം തന്നെ വളരെ വ്യത്യസ്ത നിലയിലാണ് ബൈബിളിൽ കിടക്കുന്നത്. പിന്നെ പാവപ്പെട്ട ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചു, ലോകാവസാനം ഉടനെ വരാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബൈബിളിൽ അങ്ങനെ കാണുന്നില്ല. ഈ യുഗത്തിന് അവസാനമുണ്ട്. ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ ഒരു ചേഞ്ചുണ്ട്. ആകാശത്തിനൊരു ചേഞ്ചുണ്ട്. സമുദ്രത്തിനൊരു വ്യത്യാസമുണ്ട്. അതൊക്കെ പടിപടിയായിട്ട് ബൈബിളിൽ കിടപ്പുണ്ട്. വേണ്ടവർക്ക് പഠിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുകൂടി, സമുദ്രം ഇനിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു കാലമുണ്ട്. ഇതിനെ മൊത്തം ഇടിച്ചു പൊളിച്ചിട്ട് പുത്തനാക്കുന്ന ഒരു സമയം വെച്ചിട്ടുണ്ടെന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ അതിന്റെ കാലഘട്ടമൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം അകലെയാണ് ആ കാര്യം കിടക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വ്യത്യസ്തമായൊരു കാര്യമാണ്. അപ്പൊ 3 കാര്യം ഇവിടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. 1, യെരുശലേമിന്റെ നാശം എപ്പോൾ. 2, യേശുവിന്റെ മടങ്ങി വരവ് എപ്പോൾ. 3, ലോകാവസാനം എപ്പോൾ. ഇതിൽ ലോകാവസാനം എന്നുള്ളത് 3-ാമത് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ സംഭവം യെരുശലേം നാശം എപ്പോൾ. യെരുശലേം നാശത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. 24-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടട്ടെ. വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. അക്കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശവത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല.
വൃതന്മാർ നിമിത്തമോ വന്ന ആളുകൾ ചുരുങ്ങും. അന്നാരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അത് അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചില ഭാഗങ്ങളൊക്കെ യെരുശലേം നാശത്തോട് ബന്ധപ്പെട്ടതാണ്. തൻ്റെ ശിഷ്യന്മാരും തന്നെ വിശ്വസിക്കുന്നവരുമായ ആളുകൾക്കൊരു ചെറിയ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അന്ന് നിങ്ങൾ ഈ യുദ്ധം തുടങ്ങുമ്പോൾ, യെരുശലേമിൻ്റെ നാശത്തിനുള്ള ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ, ഇതിനെ ആക്രമിക്കുവാൻ ചില ആളുകൾ വരുമ്പോൾ, ഈ ആലയം ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടൊക്കെയുള്ള കളി ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് വിവരിച്ചോട്ടെ. കർത്താവ് വന്ന സമയത്ത് ഈ ആലയം ഒരു ബിസിനസ് കേന്ദ്രമായി പോയി. പല മതങ്ങളുടെയും വലിയ സ്ഥാപനങ്ങളൊക്കെ കൊള്ള സംഘമായി തീർന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പരസ്യമായ ഒരു രഹസ്യമാണല്ലോ. ഇതുപോലെ തന്നെ യെരുശലേം ദേവാലയവും നല്ല സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയെങ്കിലും ഭയങ്കര കൊള്ളക്കാരെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുകയായിരുന്നു. മതപരമായ എല്ലാ സ്ഥാപനങ്ങളും വലിയ പണത്തിൻ്റെ തിരിമറി നടക്കുന്ന സ്ഥലമായിട്ട് മാറുക. കാരണം ഭയങ്കര കാണിക്ക ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പം ഈ പണം മറിക്കാനായിട്ടാണ് കൈക്കാരന്മാരും പാർട്ടികളും എല്ലാം ഇതിനിടെ കയറി മറിഞ്ഞ് ഭയങ്കര അഴിമതിയുടെ വലിയ കേന്ദ്ര ഹെഡ് ഓഫീസായിട്ട് മതങ്ങൾ മാറുക. യേശു വന്ന സമയത്ത് ഈ ദേവാലയത്തിലോട് ചെന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആലയം വ്യാപാരശാലയാക്കി കളഞ്ഞു എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞ ആലയത്തിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി കളഞ്ഞു. കണ്ടോ, ഈ ദേവാലയത്തിനകത്ത് യേശു പോയിട്ടുണ്ട്. യേശു പോയിട്ട് ആദ്യം പറയും, നിങ്ങൾ ഇതിനെ ഒരു ബിസിനസ് കേന്ദ്രമാക്കി. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ, മതപരമായ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഒരു ബിസിനസ് കേന്ദ്രമല്ലേ? അവിടെയല്ലേ പ്രധാന കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്? വാസ്തവത്തിൽ ഇത് കച്ചവടത്തിന് വേണ്ടിയുള്ള സ്ഥലമാണോ? ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമല്ലേ? അവിടെയല്ലേ പ്രധാന ബിസിനസ് കേന്ദ്രമായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത്? ഇതാണ് യേശു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 2-3 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആ ദേവാലയത്തിൽ കയറിയിട്ട് യേശു പറയും, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ വലിയ കൊള്ളത്തലവന്മാർ കിടക്കുന്നത് ഇപ്പൊ പള്ളിയിലാണ്. ക്ഷമിക്കണം, നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ യെരുശലേമേ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ വാസ്തവത്തിൽ അത്രമാത്രം അതപ്പതിച്ചൊരു കാലമായിരുന്നു അത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി യേശു പറയും, ഇത് നശിക്കുമെന്ന് പറഞ്ഞല്ലോ. യേശുവിനെ കുരിശിച്ചതും ഈ യഹൂദന്മാരല്ലേ? അവർ പറഞ്ഞൊരു വാചകം നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരാം. യേശുവിനെ ക്രൂശിക്കാൻ നേരത്തെ യഹൂദന്മാർ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. പീലാത്തോസ് എന്ന ന്യായാധിപൻ പറഞ്ഞു, ഇവൻ നീതിമാനാണ്, ഈ നീതിമാനായ ആളെ കൊല്ലാൻ വിധിച്ചാൽ അവന്റെ രക്തം എന്നോട് ചോദിക്കുകയില്ലേ, അതുകൊണ്ട് എനിക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് അയാൾ കൈ കഴുകിയപ്പോൾ അയാൾ വെള്ളം എടുത്ത് കൈ കഴുകി. അന്നത്തെ ന്യായാധിപൻ പരസ്യ സ്ഥലത്ത് വെച്ച് വെള്ളം മേടിച്ച് കൈയിൽ ഒഴിച്ചു. കൈ ഇങ്ങനെ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് പറയുമ്പോൾ യഹൂദന്മാർ അവിടെ കിടന്ന് അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ആ പറഞ്ഞ സംഭവം 40 കൊല്ലം കഴിഞ്ഞപ്പോൾ നടന്നു. യഹൂദന്റെ മേലും അവന്റെ മക്കളുടെ മേലും കഠിനമായ ന്യായവിധി വന്നു. ചോര ഒഴുകി. യേശുവിന്റെ രക്തം ഗത്സമനാത്തോട്ടം മുതൽ ഗോൽഗോഥാ കുന്നുവരെ ഒഴുകിയെങ്കിൽ, തുള്ളി തുള്ളിയായി വീണെങ്കിൽ, യഹൂദന്റെ രക്തം പുഴ പോലെ ഒഴുകി. കൂട്ടക്കൊലയാണ് യെരുശലേമിൽ നടന്നത്. ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വേദം പറയുകയല്ല, ചരിത്രം പറയുക. അതിന്റെ ഒടുവിലാണ് ദേവാലയം അടിയെ ഉഴുതുമറിച്ചത്. ഇങ്ങനെയുള്ള ഈ കൂട്ടമായ കൊല ഈ യെരുശലേമിലേക്ക് സംഭവിക്കുമ്പോൾ, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവചനത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് എപ്പോൾ സംഭവിക്കുമെന്ന ചോദ്യത്തിന് യേശു പറയുന്നത് കേട്ടോണം. ലൂക്കോസ് 21:20. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. കർത്താവിന്റെ ശിഷ്യന്മാരും ഒക്കെ യെരുശലേമിലാണ് താമസിക്കുന്നത്. കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ഓടിക്കോളനാണ് കർത്താവ് പറയുന്നത്. കേട്ടോ, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ സൈന്യം വളഞ്ഞെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ സൈന്യം യെരുശലേമിന് ചുറ്റും ഒരു മതിലങ്ങ് കെട്ടിയെന്ന് സൈന്യം കൊണ്ട്
ഇത് കാണുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇത് ഓർമ്മ വരും. മിശിഹാ തമ്പുരാൻ പറഞ്ഞ കാര്യം കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നെന്ന് അറിഞ്ഞുകൊള്ളുകയും അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുയുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുമ്പുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകരുത്. ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. വാക്യ നമ്പർ ലൂക്കോസ് 21:20, പേജ് നമ്പർ 85. ഞാൻ പ്രവചനമാണ് നിങ്ങളോട് പറയുന്നത്. യേശു പറഞ്ഞു. ആരോട്? യേശു ഇവിടുന്ന് പോകും. തന്റെ ശിഷ്യന്മാർ ഈ യെരുശലേമിൽ കൂടിയൊക്കെ നടപ്പുണ്ട്. പക്ഷെ സൈന്യങ്ങൾ ഇതിനെ വളയുന്ന കാണുമ്പോൾ എതിർക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഓടിക്കണമെന്ന്. അങ്ങനെ ഈ അപ്പോസ്തലന്മാരും കൂട്ടരും ഇത് കണ്ട് അവിടുന്ന് മാറി രക്ഷപ്പെട്ടു. പക്ഷെ ആ ഓടിപ്പോക്ക് ഭയങ്കര തണുപ്പ് സമയത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാൻ യേശു പറഞ്ഞിരിക്കുക. മഞ്ഞ് വീഴുന്ന തണുപ്പത്താണ് യുദ്ധം വരുന്നതെങ്കിൽ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓടാൻ പറ്റില്ല. എത്ര കറക്റ്റാ പ്രവചനം. ശബത്തിൽ ഇവർ ഓടത്തില്ല. ശബത്തിൽ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാൻ. അപ്പൊ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾക്ക് ചേഞ്ച് വരുമെന്ന് അവിടെയും വെളിപ്പെടുന്നു. പോകട്ടെ, അതെപ്പോൾ സംഭവിക്കും? ഇതാ ചോദ്യം. അതുടനെ സംഭവിക്കും. അപ്പോ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഇത് പഠിക്കണം. യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ഇത് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇത് നടക്കുമെന്ന ഭൂമിയിൽ ആരെങ്കിലും വിശ്വസിച്ചോ? ഇന്നത്തെ അത് നടന്നു കഴിഞ്ഞു. അതിനേക്കാൾ ശക്തമായിട്ടായിരിക്കും ഇനി അടുത്തത് വരാൻ പോണം. ഇന്നത്തെ സന്ദേശം ഇവിടെ നിർത്തുന്നു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം.